വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിടുക്കന്മാരെ മിടുക്കുകളെയൊക്കെ പരിചയപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആണിത്. ഇന്നത്തെ കുട്ടിത്താരം ആരാണെന്ന് അറിയട്ടെ? എനിക്കും അറിയില്ല, നമുക്ക് ഒന്നിച്ചു നോക്കാം. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ, ചുവരിലും ക്യാൻവാസിലുമായി വരച്ചു തീർന്നതും തീർക്കാനിരിക്കുന്നതുമായ ചിത്രങ്ങൾ, ഒരു ഭാഷയിൽ തുടങ്ങി മറ്റൊരു ഭാഷയിലേക്ക് ഒഴുകുന്ന കവിതകൾ. അങ്ങനെ നിറങ്ങളുടെയും വാക്കിന്റെയും വരകളുടെയും ലോകത്ത് തിരക്കിലാണ് ജഹാൻ. Mangroves fill my bedroom just like my crazy ideas and thoughts. Grab my ankles at 1 o'clock and tie it to my bed. Morning at 7, it unwraps itself, as if someone who it's scared of is coming to my bedroom. പുസ്തകത്തിന്റെ പ്രകാശനം. അപ്പൊ എന്താ തോന്നുന്നു? Happiness? Yeah. Nervous? Yeah, pretty much. എന്താ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു കഥ പുസ്തകം എഴുതണം. ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യം ഇഷ്ടമാണ്. എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്, എല്ലാ കുട്ടികളെയും പോലെ. വരയ്ക്കാൻ ഇഷ്ടമാണ്, ഗിറ്റാറും ഡ്രമ്മും വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ലെഗോയും ഹോട്ട് വീൽസും എനിക്കിഷ്ടമാണ്. പിന്നെ വായിക്കുക, എഴുതുക. ഈ വീടിങ്ങനെ കളറായിരിക്കുന്നതിന് പിന്നിലെ കൈകൾ ജഹാന്റേതാണ്. കവിതകളും ഡ്രംസും വായനയും എല്ലാമായി വീട്ടിലെപ്പോഴും വർണ്ണബഹളമാണ്. ഈ വെക്കേഷൻ സമയത്ത് വികൃതി കളിച്ചിങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് എവനൊന്ന് അടക്കിയിരുത്താൻ വേണ്ടി വെറുതെ ഞാൻ എടുത്തു കൊടുത്തതായിരുന്നു അച്ഛൻ്റെ ഒരു പുസ്തകം. അതവൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അതൊരു പുസ്തകമായി വരുമെന്നോ ഒന്നും കരുതിയിട്ടില്ല. ചെറിയ കവിതകൾ, നൂറോളം വരുന്ന കവിതകൾ. അപ്പോൾ 1-2 എണ്ണം ചെയ്യും, കൂടിപ്പോയി ഒരു 10 എണ്ണം ചെയ്യും. അത് കഴിയുമ്പോൾ അവനത് മടുക്കും. കുട്ടികൾ അങ്ങനെയാണല്ലോ. ഇത് ഉപേക്ഷിച്ച് പോകുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവനത് വലിയ സീരിയസ് ആക്കി എടുത്തു. വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയമായപ്പോഴേക്കും ഈ മുഴുവൻ കവിതകളും വിവർത്തനം ചെയ്ത് ഇതിനിപ്പോൾ എപ്പോൾ പുസ്തകമാകുമെന്ന് ചോദിച്ച് ഞങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. മുതിർന്നവർക്കുള്ള കവിതകളാണ് ആത്മം. ആശയങ്ങളും കഠിനമായിരുന്നു. മുത്തച്ഛനോടും അമ്മയോടുമെല്ലാം അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി ജഹാൻ വിവർത്തനം പൂർത്തിയാക്കി. പേര് സോൾട്യൂഡ്. അത് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ മുത്തച്ഛനുള്ള അപൂർവ സമ്മാനമായി. വേരിലുണ്ടെങ്കിൽ പൂവിലുണ്ട്, പൂവിലുണ്ടെങ്കിൽ കായിലുണ്ട്, കായിലുണ്ടെങ്കിൽ കാലത്തിലുണ്ട്, കാലത്തിലുണ്ട്. ആത്മം എന്ന എൻ്റെ മനസ്സിനെ സ്പർശിച്ച, എൻ്റെ മനസ്സിനെ ഇളക്കി മറിച്ച, എൻ്റെ കാലത്തെ രാഷ്ട്രീയത്തോടും സാമൂഹ്യ വ്യവസ്ഥയോടും ദർശനത്തോടും ഞാൻ സ്വാഭാവികമായി പ്രതികരിച്ചു പോയ എൻ്റെ ചെറിയ കവിതകൾ, ആത്മം എന്ന പുസ്തകം ജഹാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തൻ്റെതായ ലോകത്ത് ചുറ്റുമുള്ളവരെയും കരുതി വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നു ജഹാൻ. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ ഈ 6ാം ക്ലാസ് വിദ്യാർത്ഥി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ജേതാവ് കൂടിയാണ്. ഇപ്പോൾ തൻ്റെ പുസ്തകം പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ, ഇതിലേറെ വലിയ സന്തോഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിൽ. ജഹാന്റെ വായനകളുടെയും വരകളുടെയും എഴുത്തിന്റെയും ഇമിണി വലിയ ലോകത്തു നിന്നും വീഡിയോ ജേർണലിസ്റ്റ് MN നിതീഷിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.